ഇന്ന് നമ്മൾ ഇങ്ക്സ്കേപ്പിൽ 3D അതായത് ത്രിമാന സ്വഭാവമുള്ള ചിത്രങ്ങൾ വെളിച്ചവും നിഴലും ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കുന്നു എന്ന് നോക്കാം. ആദ്യം ഒരു വൃത്തം വരയ്ക്കുക. വൃത്തം വരയ്ക്കുമ്പോൾ നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് വരച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വൃത്തം കിട്ടും. അപ്പോൾ അത് നമ്മൾ വൃത്തം വരച്ചതിന് ശേഷം ഒരു ഡാർക്ക് കളർ, ബ്ലൂ കളർ ഡാർക്ക് കളർ കൊടുത്തു. അതിനുശേഷം നമ്മളൊരു ഗ്രാഡിയന്റ് ടൂളാണ് നമ്മൾ താഴെ നിന്നും ജി എന്നുള്ളത് ഏറ്റവും താഴെ കാണുന്ന ടൂൾ ബോക്സിലെ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രാഡിയൻസ് എടുക്കുക. എന്നിട്ട് ടൂൾസ് കൺട്രോൾ ബാറിൽ മേലെ ലൈനർ ഗ്രാഡിയന്റ്, റേഡിയൽ ഗ്രാഡിയന്റ് എന്ന് കാണാം. റേഡിയൽ ഗ്രാഡിയന്റ് എടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. റേഡിയൽ ഗ്രാഡിയന്റും ലൈനർ ഗ്രാഡിയന്റും ഉണ്ട്. അപ്പോൾ ഇവിടെ റേഡിയൽ ഗ്രാഡിയന്റിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് അവിടെ ഒരു ഗ്രാഡിയന്റിന്റെ ഹാൻഡിൽസ് കിട്ടും. 3 പോയിന്റ് ഉള്ള സെന്ററിൽ ഒരു പോയിന്റും അതേപോലെ 2 അറ്റങ്ങളിലായിട്ട് 2 ചെറിയ പോയിന്റുകൾ ഹാൻഡിൽസ് കിട്ടും. അതിനുശേഷം നമ്മൾ എഡിറ്റ് പാത്ത് ബൈ നോഡ് രണ്ടാമത്തെ ടൂൾ എടുത്ത് ആ 3 പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. സെന്ററിലുള്ള പോയിന്റിൽ പോയിന്റർ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ റെഡ് കളറാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് താഴെ നിന്നും കളർ പാലറ്റിൽ നിന്നും ലൈറ്റ് ഷെയ്ഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഹാൻഡിലിന്റെ അറ്റത്തുള്ള ചെറിയ വൃത്തത്തിൽ ആ പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ഡാർക്ക് കളർ സെലക്ട് ചെയ്യുക. കളർ പാലറ്റിൽ വന്നിട്ട് അതിനൊരു ഡാർക്ക് കളർ. ഇനി ആ ഹാൻഡിൽ നമുക്ക് നീക്കിയിട്ട് ആവശ്യമായ രീതിയിൽ നമുക്ക് വെളിച്ചത്തെ ക്രമീകരിക്കാവുന്നതാണ്. ഏത് ഭാഗത്തേക്കാണോ നമുക്ക് വെളിച്ചം വേണ്ടത് ആ ഹാൻഡിൽ നീക്കിക്കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കതിൻ്റെ വെളിച്ചത്തെ ക്രമീകരിക്കാം. ഇവിടെ നമ്മൾ എഡിറ്റ് പാത്ത് ബൈ നോഡാണ് ഒന്ന് ഉപയോഗിച്ച് നീക്കാൻ വേണ്ടിയിട്ട്. അതിന് നിറം കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരു വൃത്തം ഷെയ്ഡ്, അതിൻ്റെ നിഴൽ പതിക്കുന്നതായിട്ട് കാണിക്കാൻ വേറൊരു വൃത്തം വരച്ച് അതിനൊരു ബ്ലാക്ക് കളർ കൊടുത്തു. ആ വൃത്തത്തെ അതിന് താഴെയായിട്ട് ക്രമീകരിക്കാം. അപ്പം താഴെയായിട്ട് ക്രമീകരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ ഇനി ഈ ആദ്യം വരച്ചിരിക്കുന്ന പന്തിന്റെ പുറകുവശത്തേക്ക് ആ വൃത്തത്തെ കൊണ്ടുപോകാൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് പേജ് ഡൗൺ കീ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, അല്ല എങ്കിൽ ഓബ്ജക്റ്റിലെ ലോവർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകും. അവിടെ ലോവർ ഉണ്ട്, റേസ് ഉണ്ട്, അങ്ങനെ കുറേ എണ്ണം ഉണ്ട് അവിടെ. അപ്പോൾ ലോവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് പോയി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം തുറക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് തുറന്നതിന് ശേഷം അതിൽ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ സ്ട്രോക്ക് പെയിന്റ് ഉണ്ട്. സ്ട്രോക്ക് പെയിന്റ് ഫില്ല്, ആ ഫിൽ കളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ബ്ലർ എന്നും ഒപ്പാസിറ്റി എന്നും കാണാം. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒപ്പാസിറ്റി കുറയ്ക്കുകയും ബ്ലർ എന്നുള്ളത് കൂട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിഴൽ എങ്ങനെ ക്രമീകരിക്കാം എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ അവിടെ ഞാനിപ്പോൾ ഒപ്പാസിറ്റിയും ബ്ലർ കുറച്ച് കൂട്ടി ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നിഴൽ രൂപം നമുക്കവിടെ ലഭിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ 3D എഫക്റ്റ് ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ ഇങ്ക്സ്കേപ്പിൽ ഉണ്ടാക്കാം. അപ്പൊ ഇത് നിങ്ങൾ മറ്റു രൂപങ്ങളും വരച്ച് ഇതേപോലെ ചെയ്തു നോക്കുക. അതിനുശേഷം നിങ്ങൾ ഫയലിൽ പോയതിനു ശേഷം എന്ത് ചെയ്യുക, ഇത് സേവ് ചെയ്യുക. ഞാനിവിടെ ക്ലാസ് എടുത്ത് അവിടെ ക്ലാസ്സിൽ 3D എന്നോ അല്ലെങ്കിൽ ബാൾ എന്നോ ഏത് രീതിയിലാണോ അത് നിങ്ങൾ ഫയലിനൊരു പേര് കൊടുത്തതിന് ശേഷം നിങ്ങളത് സേവ് ചെയ്യുക. നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. വളരെ ലളിതമായ രീതിയിലാണ് ഞാൻ പറയുന്നത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇങ്ക്സ്കേപ്പ് പാഠഭാഗത്തിലെ എല്ലാ കാര്യങ്ങളും, അതായത് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് റിവിഷൻ എന്നുള്ള രീതിയിലൊരു ക്ലാസ് കൂടി ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ആ ഗ്രാഡിയന്റിൽ ലൈനർ ഗ്രാഡിയന്റ് എങ്ങനെയാണ് കൊടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ ഒരു സിലിണ്ടർ ഒക്കെ വരച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ലൈനർ ഗ്രാഡിയന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നേർരേഖയിൽ 2 പോയിന്റ് ആണ് വരുന്നത്. നേരത്തെ നമ്മൾ വൃത്തം വരച്ചപ്പോൾ 3 പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നേർരേഖ 2 പോയിന്റിൽ വരുമ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡാർക്ക് ഷെയ്ഡും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 3D എഫക്റ്റ്
ഇങ്ക്സ്കേപ്പിൽ നൽകുവാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.